ഇന്ന് നമ്മൾ ഒരു പോർക്കിന്റെ ബെല്ലി നല്ല ക്രിസ്പി ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. പക്ഷെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗം അതല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഈ വീഡിയോ ആണ്. പോർക്ക് ഇറച്ചിയേക്കാൾ ഏറ്റവും നല്ലതാണ് മട്ടനും ബീഫും കഴിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പോർക്ക് ഇറച്ചി വളരെ ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് ബ്ലോക്കുകൾക്ക് അല്ലെങ്കിൽ തൈറോയിഡ്, ഫാറ്റി ലിവർ, PCOD ഒക്കെ കാരണമാവുന്ന ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർക്കിന് മനുഷ്യ ശരീരം പോലെ തന്നെ ഒരൊറ്റ ആമാശയേ ഉള്ളൂ. പക്ഷേ ആടിനോ അല്ലെങ്കിൽ പശുവിനോ പോത്തിനോ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ 4 ആമാശയങ്ങളാണുള്ളത്. അതുകൊണ്ട് നീർക്കെട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഇറച്ചിയിലും കുറവാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? പോർക്ക് ഇതിന് മാത്രം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കണ ഒരു മൃഗമാണോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. റെഡി പോർക്കിറച്ചി ബീഫിനേക്കാളും ആടിനേക്കാളും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണോ അല്ലയോ എന്ന് നോക്കണേക്കാളും മുന്നേ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമുക്കൊരു പോർക്ക് കുക്ക് ചെയ്തിട്ട് തന്നെ തുടങ്ങാം. നമ്മൾ ഇന്ന് ഈസി ആയിട്ട് ഒരു ക്രിസ്പി പോർക്ക് ബെല്ലിയാണ് കേട്ടോ ചെയ്യണേ. ഞാൻ പന്നിയുടെ ബെല്ലി നല്ല ക്രിസ്പി ആയിട്ട് റോസ്റ്റ് ചെയ്യണത് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോയ്ക്ക് നമുക്ക് പന്നി തന്നെ തിന്നിട്ട് കാണിച്ചിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം ഒരു കുക്കിംഗ് നമ്മുടെ വീഡിയോന്റെ മെയിൻ ഹാർട്ടല്ലേ. കുക്ക് ചെയ്യാതെ നമുക്കൊരു വീഡിയോ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇനി എന്താ ചെയ്യാള്, ഓവൻ്റെ ഉള്ളിൽ 150 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഏതാണ്ട് ഒരു 2 മണിക്കൂർ വേവിക്കുക. നിങ്ങളുടെ ഓവൻ ടെമ്പറേച്ചർ മാറുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ നല്ല ക്രിസ്പി ആകുമ്പോൾ പുറത്തേക്ക് എടുക്കുക. ഇപ്പം ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുള്ള ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ആളുകൾ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്. പുള്ളിയുടെ വീഡിയോ തന്നെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അത് ഈ ഒരു പർപ്പസ്, അതായത് ഇതിലുള്ള കുറച്ച് തെറ്റുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കാണിക്കുന്നത്. പുള്ളിയുടെ ഞാൻ പെർമിഷനൊന്നും മേടിച്ചിട്ടില്ല. പക്ഷേ ഈ വീഡിയോൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ആ വീഡിയോ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഇതിൽ ചില ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പുള്ളി പറയുന്ന ആദ്യത്തെ കാര്യം തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് അങ്ങനെ പോവാം. നമുക്ക് ഫസ്റ്റ് പോർക്ക് ഇറച്ചിയേക്കാൾ ഏറ്റവും നല്ലതാണ് മട്ടനും ബീഫും കഴിക്കുന്നത്. പോർക്ക് ഇറച്ചിയേക്കാൾ നല്ലതാണ് മട്ടനും ബീഫും കഴിക്കുന്നത് എന്നാണ് പുള്ളി ആദ്യം പറയുന്നത്. അതായത് പോർക്ക് ഇറച്ചിനേക്കാളും നല്ലതാണ്. ഈ നല്ലതാണ് എന്ന് ഒരു ഭക്ഷണത്തിൽ പറയുന്നത്, പ്രത്യേകിച്ച് ശാസ്ത്രം പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടറായിട്ടുള്ള ഒരാൾ പറയണത് എന്ന് പറയുന്നത് ശരിയല്ല. അത് ആ ടെർമിനോളജി തെറ്റാണ്. നമുക്ക് പറയാം ന്യൂട്രീഷ്യസ്ലി റിച്ച് ആണോ എന്ന് നമുക്ക് നോക്കാം. പോർക്കിനേക്കാളും പോർക്ക് റെഡ് മീറ്റിൽ തന്നെ വരുന്നതാണ്. ചിക്കൻ വൈറ്റ് മീറ്റ്, ഫിഷ് വൈറ്റ് മീറ്റ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോർക്ക് ഈസ് എ പിങ്ക് ആണ്. മയോഗ്ലോബിൻ കൂടുതലാണ് റെഡ് മീറ്റിന്. അതായത് ഇപ്പം നമ്മുടെ ബീഫിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ലാമ്പിന് എടുത്താലും അല്ലെങ്കിൽ മാനിറച്ചിയൊക്കെ എടുത്തു കഴിഞ്ഞാലും നല്ല റെഡ്, പറക്കുന്ന കിളികൾ നല്ല റെഡ് ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ പോർക്കിൻ്റെ മീറ്റ് പിങ്ക് ആണ്. ബട്ട് യെറ്റ് പോർക്ക് മീറ്റ് റെഡിൽ തന്നെയാണ് വരണേ. അപ്പോൾ റെഡ് മീറ്റ്, അതായത് ബീഫും ലാമ്പും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രീഷ്യസ്ലി പോർക്കിനേക്കാളും മൈക്രോ ന്യൂട്രിയൻസ് കൂടുതലുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബീഫും ലാമ്പും പോർക്കിനേക്കാളും നല്ലതാണ്. പക്ഷെ പുള്ളി ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് അടുത്ത ലൈൻ കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പോർക്ക് ഇറച്ചി വളരെ ഇൻഫ്ലമേറ്ററി ആണ്, ഭയങ്കര നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പോർക്ക് ഇറച്ചി വളരെ ഇൻഫ്ലമേറ്ററി ആണ്, അതായത് നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഫ്ലമേഷൻ എന്താണെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ പറയാം. ഈ വീഡിയോൻ്റെ തീരില്ലെന്ന്. ഇൻഫ്ലമേഷനിലെ നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്മ്യൂണിറ്റി മെക്കാനിസമാണ്. അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മുറിവോ കട്ടോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനോ എന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ബോഡി അതിനെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ഒരു ശ്രമം. അപ്പോൾ അവിടെ നീർക്കെട്ട് വരും അല്ലേ. അപ്പോൾ എന്തെങ്കിലും കച്ചട ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻറ്റസ്റ്റൈൻസിൽ നീർക്കെട്ട് ഉണ്ടാവാം, കൈ മുറിഞ്ഞ ഉണ്ടാവാം, തലയിൽ ഇടിച്ചുണ്ടാവാം, വീണ ഉണ്ടാവാം, ഉളുക്കിയ ഉണ്ടാവാം. എല്ലാത്തിനും നമുക്ക് ഇൻഫ്ലമേഷൻ കെട്ടിവയ്ക്കാൻ പറ്റും. സോ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണം പോർക്ക് ഇറച്ചി ബീഫിനേക്കാളും ലാമ്പിനേക്കാളും കൂടുതലുണ്ട് എന്നാണ് പറയണത്. നമുക്ക് ഗൂഗിളിനോട് ചോദിച്ചു നോക്കാം ഏറ്റവും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മീറ്റ് ഏതാണെന്ന്. ശരി, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇൻട്രബിൾ സോഴ്സസ് നോക്കട്ടെ. Fatty meats. Researchers shows that fatty meats like beef, pork, lamb are associated with low grade inflammation. അല്ലേ, മീറ്റ് കഴിക്കുമ്പോൾ ഒരു ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. അതിൽ തന്നെ പ്രശ്നങ്ങൾ. അതിലെന്താ വന്നിട്ടുള്ളത്? ബീഫ് ഉണ്ട്, റെഡ് മീറ്റ് ആദ്യം ഉണ്ട്, ലാമ്പ് ഉണ്ട്, പോർക്ക് ഉണ്ട്. ഇനി എന്താണ്? പ്രോസസ്ഡ് മീറ്റ്, അതായത് സോസേജസ് ഉണ്ട്, ബേക്കൺ ഉണ്ട്, ക്യൂവേർഡ് മീറ്റ്സ് ഉണ്ട്. ഇതിലൊക്കെ സോൾട്ട് ഉണ്ട് കൂടുതൽ, പ്രിസർവേറ്റീവ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററിയിൽ വരുന്നുണ്ട്. എന്ന് കൂടാതെ കൂടുതലായിട്ട് ചോറുന്നത്, മറ്റേ നമ്മുടെ പഞ്ചസാര എടുക്കുന്നത്, ഇതെല്ലാം ഇൻഫ്ലമേഷൻ്റെ ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിയൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ നമ്മൾ കൂടുതൽ എടുക്കുന്നത്, ഇതൊക്കെ അസോസിയേറ്റഡ് ആണ്. വൈ ഓൺലി പോർക്ക്? അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. ഇനി ശരിക്കും മീറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമോ എന്നുള്ളത്
പുതിയ സ്റ്റഡീസ് എടുത്ത് നോക്കണം 2023 ഞാൻ ചെറിയൊരു ആർട്ടിക്കിൾ വായിക്കാം എൻ്റെ ഒരു ഭാഗം ഇട്ടാ. ദി റിസർച്ചേഴ്സ് ഫൗണ്ട് ദാറ്റ് വെൻ അഡ്ജസ്റ്റഡ് ഫോർ ബോഡി മാസ് ഇൻഡെക്സ് BMI, ദ ഇൻടേക്ക് ഓഫ് അൺപ്രോസസ്ഡ് ആൻഡ് പ്രോസസ്ഡ് റെഡ് മീറ്റ് ലൈക്ക് ബീഫ്, പോർക്ക്, lamb വാസ് നോട്ട് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് എനി മാർക്കേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ. എഴുതിയിട്ടുണ്ട്. ന്യൂ സ്റ്റഡീസ് വരുന്നുണ്ട്. ആക്ച്വലി മീറ്റ് അല്ല എന്താ പറയുക നമ്മുടെ ആർത്രോസ്ക്ലിറോസിസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കണേ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കണേ, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കണേ എന്നുള്ളതിൻ്റെ ന്യൂ സ്റ്റഡീസ് വരുന്നുണ്ട്. നത്തിങ് ടു ഡു വിത്ത് മീറ്റ്. കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇനി പുള്ളി പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് ബ്ലോക്കുകൾക്ക് അല്ലെങ്കിൽ തൈറോയിഡ്, ഫാറ്റി ലിവർ, PCOD ഒക്കെ കാരണമാവുന്ന ഒരു കാര്യമാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർക്കിന് മനുഷ്യ ശരീരം പോലെ തന്നെ ഒരൊറ്റ ആമാശയേ ഉള്ളൂ. പുള്ളി പറഞ്ഞത് വളരെ ശരിയാണ്. മനുഷ്യനും പോർക്കും എല്ലാം ഒരു മോണോഗ്യാസ്ട്രിക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ജീവിയാണ്. അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറയാട്ടാ. ഈ ആമാശയമാണെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൽ നിന്നും പെട്ടെന്ന് തന്നെ ശരീരത്തിലോട്ട് അത് ചേരുകയും ചെയ്യും. ആമാശയത്തിലോട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചേരും. എനിക്ക് തോന്നുന്നത് ഡൈജഷൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അബ്സോർപ്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ആമാശയത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ദഹനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ദഹനം ആരംഭിക്കുന്നത്? വായിൽ നിന്നാണ്. നമുക്ക് എല്ലാവർക്കും തെറ്റുണ്ടാവുന്ന ഒരു ഭാഗമാണ് എന്താണ്, ദഹനം എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആണ് എന്നാണ്. നോ, ഡൈജഷൻ ഈസ് നോട്ട് ആൻ അബ്സോർപ്ഷൻ. ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ എല്ലാവിധ ലിക്വിഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ അടിച്ചു പൊടിച്ച് പരുവാക്കണ പണീനെ മാത്രമാണ് ഡൈജഷൻ എന്ന് പറയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം വായയിൽ വെക്കുകയാണ്. വായയിൽ വെക്കുമ്പോൾ വായയിൽ നിന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. എന്നാലുണ്ട് വളരെ ചെറിയ സാധനങ്ങൾ. ഇപ്പോൾ ചില മെഡിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പേര് ഞാൻ മറന്നുപോയി, നമ്മുടെ നാവിൻ്റെ അടിയിൽ വെക്കുന്ന മെഡിക്കേഷൻസ്, ചില ഷുഗേഴ്സ്, ഇപ്പോൾ ഹാൻഡ്സ് വയ്ക്കും, തമ്പാക്കൊക്കെ ഈ ചുണ്ടിൻ്റെ ഇടയിൽ കുത്തി തീർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നമ്മുടെ നാവിൻ്റെ അടിയിലൂടെ സ്ട്രെയിറ്റ് ടു നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് പോർക്ക് കഴിക്കുന്നത് ഇപ്പോൾ ഉള്ളത് ഭക്ഷണ വേസ്റ്റുകൾ അല്ലെങ്കിൽ കൂടുതലും ധാന്യങ്ങളാണ്. ഈ ധാന്യങ്ങളിലുള്ള ഷുഗർ ഒരു തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. ധാന്യങ്ങളിലുള്ള ഷുഗർ ഒരു തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഷുഗർ ആര് കൂർക്കയോ? ഈ എന്താ ഈ പറയണത്? ഇപ്പോൾ പുള്ളി ചെയ്തത് എന്താണെന്നറിയോ? ശരിക്കും ഇവിടെ ഒരു കൺകട്ടാണ്. നമ്മൾ ഈ സ്കൂളിലൊക്കെ പണ്ട് നമ്മുടെ ഈ 10 പേരിൽ 11 പേരിലായിട്ട് എണ്ണിക്കാട്ടും. അപ്പോൾ നമ്മളൊരു ട്രിക്കാണിത്. ഇത് എണ്ണിക്കാട്ടുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് 11 പേരിലുണ്ടെന്ന് തോന്നും. അതുപോലത്തെ ഒരു ചെപ്പടി വിദ്യയാണിത്. എന്താ കാരണം? ഇത് ഈ 10 നിങ്ങൾ കളിച്ചിട്ടില്ലേ ഈ 10 പേരിലിൻ്റെ കളി? നമ്മുടെ 10 പേരിൽ ഞാൻ ഉള്ളിലൊരു പേരിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതേ 10, 9, 8, 7, 6, 6, 4, 10, 10, 1, 11. ആഹാ, നമുക്ക് 11 പേരിലുണ്ടല്ലോ. കണ്ടില്ലേ? പന്നി ഒരു മിശ്ര ബുക്ക്, പശു ഒരു സസ്യ ബുക്ക്, ഇനി കാർണിവോർ മാംസ ബുക്ക്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡിഫറെൻറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളതിനെ പശുവിനെ പന്നീനെ വെച്ചിട്ട് ഇവിടെ ഒരു കമ്പാരിസനാണ് നടത്തിയത്. പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന ഒരാൾ ഇത് കേൾക്കുകയും ശരിയാണല്ലോ, ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കൂല. അങ്ങനെയല്ലല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്. എന്താണ്, മനുഷ്യനും ഈ സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും തിന്ന് ഡൈജസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. പക്ഷേ ആടിനോ അല്ലെങ്കിൽ പശുവിനോ പോത്തിനോ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ 4 ആമാശയങ്ങളാണുള്ളത്. അപ്പോൾ ഇതിനുള്ളിൽ കഴിക്കുന്ന എന്താണെങ്കിലും ഫെർമെൻ്റായി പുളിപ്പിക്കുന്ന ഒരു പ്രോസസ്സിലൂടെ അതിൻ്റെ രൂപമാറ്റം വരികയും ഈ ഒരു ബാക്ടീരിയ ആണ് കൂടുതലും ഈ ശരീരത്തിലുള്ളതും നല്ല ബാക്ടീരിയകൾ മാത്രം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? റൂമിനൻസ്, അതായത് നാൽക്കാലികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പറയണം. അതിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ മിശ്ര ബുക്കുകളുടെ നമ്മൾ വേറെ പറയണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാംസ ബുക്കുകളുടെ പറയണം. എന്നാലാണ് ഇനി മനസ്സിലാവുള്ളൂ. ആദ്യം തന്നെ പശു എടുക്കാം. പശു, ആട്, മാനൊക്കെ വരുന്ന നാൽക്കാലികൾ അടങ്ങുന്ന റൂമിനൻസ്, വറക്കുന്ന ജീവികൾ. ഇവർ പുല്ലാണ് കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ സസ്യങ്ങൾ. പുല്ലിൽ എന്താണ്? സെല്ലുലോസാണ്. സെല്ലുലോസിനെ ദഹിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശരിക്കും സെല്ലുലൈസ് വേണം. പശു പുല്ലെടുത്തു. പുല്ലിൽ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ന്യൂട്രിയൻസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ പശുവിന് ഫാറ്റ് കിട്ടുന്നുണ്ട്, മറ്റേ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്, പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ്? ഈ പുള്ളി പറഞ്ഞ പോലെ തന്നെ ബാക്ടീരിയൽ ഫെർമെന്റേഷൻ ആണ്, ഒരു പുളിപ്പിക്കലാണ് നടക്കണേ. റൂമൻ്റെ കുത്ത്. ഈ റൂമൻ ആക്ച്വലി 4 ഭാഗങ്ങളായിട്ട് റൂമൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓമാസം, അബോമാസം, ഈ സാധനം നമ്മൾ ബോട്ടിയൊക്കെ കണ്ടിട്ടില്ലേ? റൂമനിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ടീരിയ ഇവിടെ സിന്തസൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്താണ് ആദ്യം ചെയ്യുന്നത്? ബാക്ടീരിയക്ക് ജീവിക്കാൻ എനർജി വേണം. ഒന്നെങ്കിൽ ഷുഗറാണ് നമ്മുടെ മാക്രോ ന്യൂട്രിയൻസിൻ്റെ എനർജി, അല്ലെങ്കിൽ ഫാറ്റാണ്. ഇവിടെ ബാക്ടീരിയ ശരിക്കും വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ വോളറ്റൈൽ ഫാറ്റി ആസിഡ് ആണ് ആക്ച്വലി പശു ഈ റൂമൻ വെച്ചിട്ട് അബ്സോർബ് ചെയ്യുന്നു. അവിടെ നേരെ ബ്ലഡ് സ്ട്രീമിലൂടെ ഈ സാധനം ലിവറിൽ ചെല്ലുകയാണ് ചെയ്യുന്നത്. ലിവറിൽ വെച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഗ്ലൈക്കോനിയോജനസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കീറ്റോ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ ഷുഗർ കഴിക്കുന്നില്ല വെച്ചെങ്കിൽ ഫാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് ഷുഗർ ആക്കുന്ന പരിപാടി.
ഇത് ലിവർ ചെയ്യുകയും ഈ പശുവിന് വേണ്ട എനർജി ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ പശുവിന്റെ ലിവർ ഉണ്ടാക്കുകയാണ് ചെയ്യണേ. ഇവിടെയാണ് ശരിക്കും റുമനിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യപ്പെടുന്നത്. പക്ഷെ പന്നിയുടെ കാര്യത്തിൽ അങ്ങനെയാണോ? അല്ല, പന്നി മിശ്രബുക്കാണ്. പന്നിയുടെ ആമാശയത്തിൽ നിന്ന് ഷുഗർ അവിടെ ചെന്ന് നിന്നിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ ശരീരത്തിലും ആമാശയത്തിൽ നിന്ന് വളരെ ചെറിയ ഷുഗറെ അബ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ. മനുഷ്യ ശരീരത്തിലും അല്ലെങ്കിൽ പന്നി ശരീരത്തിലും എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും എൻസൈമാറ്റിക് ആയിട്ടുള്ള പരിപാടികളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദഹനരസങ്ങൾ. ഇവിടെ pH വാല്യൂവിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലുള്ള സാധനങ്ങൾക്കൊക്കെ എന്താണ് അവസ്ഥ? ഇവിടെ pH വാല്യൂ 1-ന്റെയും 4-ന്റെയും ഇടയിലാണ് പന്നിയുടെയും മനുഷ്യൻ്റെ ഒക്കെ. ഇവിടെ ഇതിനെ ദഹനം എന്താ പറയുക, ഇടിച്ച് പൊടിക്കുക. ഇതിൻ്റെ ഉള്ളിൽ മറ്റുള്ള ജലങ്ങളും ലിക്വിഡുകളെല്ലാം ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് പൾപ്പാക്കുന്നുണ്ട്. ഇവിടെ പശുവിന് ആ പ്രോസസ്സ് ഇല്ല. ആ പശുവിനെയും പന്നിനെയും തമ്മിൽ കമ്പയർ ചെയ്യരുത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലും പന്നിയുടെ ശരീരത്തിലും ആമാശയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഷുഗർ അബ്സോർബ് ചെയ്യപ്പെടണമല്ലേ ചെയ്യണത്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങണം. എവിടെ? ചെറുകുടലിലാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. പക്ഷെ പശുവിന് ഈ സാധനം ഇവിടെ നിന്ന് അബ്സോർബ് ചെയ്യപ്പെടണം. പശുവിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഇല്ല. പശുവിന് ഇപ്പോൾ എന്താ കിട്ടി? ഫാറ്റിൽ നിന്ന് എന്ത് കിട്ടി? ഷുഗർ കിട്ടി, അല്ലെങ്കിൽ എനർജി കിട്ടി. ഇനി വേറെ കുറേ സാധനങ്ങൾ വേണം. എന്താണ് വേണ്ടത്? പശു നല്ല ഇറച്ചിയുള്ള ജീവിയാണ് അല്ലേ? പ്രോട്ടീൻ വേണം. ഇറച്ചിക്ക് മാത്രമാണോ പ്രോട്ടീൻ? അല്ല. പ്ലാസ്മ, ബ്ലഡ്, പശുവിൻ്റെ മുടി, എല്ലാ സാധനത്തിനും പ്രോട്ടീൻ വേണം. ഈ പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാക്കണേ? റൂമൻ്റെ ഉള്ളിൽ ഇരിക്കണ ഇപ്പോൾ ഫാറ്റി ആസിഡ് ബാക്ടീരിയയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് പശു കട്ടെടുത്തതിന് ശേഷം ബാക്കി ബാക്ടീരിയ അടക്കം ഇരിക്കുന്ന ഈ പുല്ലെല്ലാം കൂടി പശു സൈഡിൽ ചെന്നിരുന്നിട്ട് അയവിറക്കാൻ തുടങ്ങുകയാണ്. വീണ്ടും സലൈവ വരുന്നു. ഈ സമയത്ത് ഉണ്ടായിട്ടുള്ള കുറേ എക്സ്ട്രാ മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വായക്കൂടെ പശു കുറേ പുറത്തേക്ക് തള്ളിക്കളയും ചെയ്യും ഈ സമയത്ത്. എന്നിട്ട് എന്ത് ചെയ്യും? റൂമിൻ്റെ താഴേക്ക് വിടുകയാണ്. ഓമാസം അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇനിയാണ് പ്രശ്നം. എന്താണ്? ബാക്ടീരിയക്ക് ഇനി ബാക്ടീരിയയുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. ബാക്ടീരിയയുടെ സെല്ലിനകത്ത് ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അമൈനോ ആസിഡ്സിന് ഉണ്ടാക്കാൻ പോവാണ്. ബാക്ടീരിയക്ക് ഇരിക്കണ്ടേ? വേണം, ജീവിക്കണ്ടേ? ഇവിടെ എവിടുന്ന അമൈനോ ആസിഡ്സ് കിട്ടുന്നത്? നൈട്രേറ്റ്സ്. നമ്മൾ പുല്ലിനൊക്കെ എന്തിട്ട് കൊടുക്കുന്നത്? നമ്മൾ നൈട്രജൻ കൊടുക്കും, അമോണിയ കൊടുക്കും, യൂറിയ കൊടുക്കും. ഇന്നസെന്റ് പറഞ്ഞ പോലെ യൂറിയ ഇടണം, അല്ലെങ്കിൽ തെങ്ങിൻ്റെ മുകളിൽ കായ ഉണ്ടാവില്ല എന്ന് കേട്ടിട്ടില്ലേ? ഈ സാധനത്തിൽ നിന്നും എന്ത് ചെയ്യും? നമ്മൾ നൈട്രജൻ ബാലൻസ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര പ്രോട്ടീൻ കഴിക്കണം നോക്കുമ്പോൾ നമ്മൾ നൈട്രജൻ ബാലൻസിനെ കുറിച്ചിട്ടാണ് പറയുക. നമ്മുടെ നൈട്രജൻ ഇൻ, നൈട്രജൻ ഔട്ട്, പോസിറ്റീവ് നൈട്രജൻ ബാലൻസ്, നെഗറ്റീവ് നൈട്രജൻ ബാലൻസ് നമുക്ക് വേറെ പറയാം കേട്ടോ. ഈ സസ്യത്തിലുള്ള നൈട്രജനെ ഈ ബാക്ടീരിയ സിന്തസൈസ് ചെയ്തിട്ട് അമൈനോ ആസിഡ്സ് ഉണ്ടാക്കുകയാണ്. ഇതുവരെ ബാക്ടീരിയയ്ക്ക് ഭയങ്കര സന്തോഷമായി. പശു എനിക്ക് നല്ല അല്ലേ, സിംബയോസിസ് അല്ലേ? പശു ബാക്ടീരിയ ഗുണം ചെയ്യുന്നു, ബാക്ടീരിയ കാരണം പശു ജീവിക്കുന്നു. ഇവർ രണ്ടുപേരും നല്ല അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവാണ്, നമ്മുടെ തേനീച്ചയുടെ പോലെ. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ സാധനം പശുവിൻ്റെ റിയൽ ആമാശയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പശുവിനുണ്ട് ദഹനരസങ്ങൾ. ആ ദഹനരസത്തിന് നമ്മുടെ ദഹനരസത്തിൻ്റെ അത്ര പവറില്ല, 6-ന്റെയും 7-ന്റെയും ഇടയിലാണ്. പക്ഷേ ഈ ബാക്ടീരിയ ചാവാനത് മതി. ഈ ബാക്ടീരിയ എത്തി കഴിയുമ്പോൾ ഈ ബാക്ടീരിയ എടുത്തു വെച്ചിട്ടുള്ള പ്രോട്ടീൻ പശു എടുക്കുകയാണ്. പന്നിയുടെ എങ്ങനെയാണ്? പന്നിയുടെ എല്ലാ സാധനവും ആമാശയത്തിൽ പൾപ്പായി വളരെ കുറച്ച് ഷുഗർ അബ്സോർബ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ആമാശയത്തിൻ്റെ സെല്ലുകളുടെ അബ്സോർപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്നി മനുഷ്യനും എല്ലാ പരിപാടിയും 95% ഓഫ് അബ്സോർപ്ഷൻ നടക്കുന്നത് ചെറുകുടലിലാണ്. ഇവിടെ ഷുഗറൊന്നും നിൽക്കണില്ല. രണ്ടും രണ്ട് സാധനമാണ്. ഈ ചെറുകുടലിൽ മനുഷ്യൻ്റെയും പന്നിയുടെയും അവസ്ഥ എടുത്ത് നോക്കിയൊക്കെ. മനുഷ്യൻ കുക്ക് ചെയ്തു വന്ന ജീവിയാ. മനുഷ്യന് കുക്ക് ചെയ്ത സ്റ്റാർച്ചാണ് ദഹിക്കുക അല്ലേ? പന്നിക്കോ? പന്നി നിങ്ങൾ അറിയില്ലേ? ചേന തിന്നും, ചേമ്പ് തിന്നും, ചെറിയ ചെറിയ ഷഡ്പദങ്ങൾ തന്നെ തിന്നും, മാമൽസിനെ തിന്നും, ഇതിനെയും തിന്നും. എന്നാൽ കോംപ്ലക്സ് കാർബ്സ് പച്ചയ്ക്ക് തന്നെ സിന്തസൈസ് ചെയ്യാൻ കഴിവുള്ള ജീവിയാണ് പന്നി. ആ പന്നീനെയും മനുഷ്യനെയും കമ്പയർ ചെയ്യരുത്. അതുകൊണ്ട് പുല്ല് തിന്നണ പന്നിക്ക് പന്നിയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ റൂമിനൻ്റ് ഇല്ലാത്തത് കൊണ്ട് പന്നിയുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവണമെന്നുള്ള ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? 2 different kind of digestive system. പശുവിനെ റൂമിനൻ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെന്ന് വെച്ചെങ്കിൽ മനുഷ്യനുള്ളത് മോണോഗ്യാസ്ട്രിക് ആണ്. ഒറ്റ പൗച്ചിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ആമാശയത്തിൻ്റെ ഉള്ളിലൂടെ ഡയറക്റ്റ് വളരെ ഈസി ആയിട്ട് പോകുന്ന, എന്നാൽ എൻസൈമുകളാൽ പവർഫുൾ ആസിഡിറ്റി ഉള്ള മീഡിയത്തിലാണ് ദഹിക്കപ്പെടുന്നത്. കാർണിവോറിന് എടുത്ത് നോക്കിയൊക്കെ മാംസബുക്കുകൾ തന്നെ. വൗൾച്ചർ അല്ലേ, നമ്മുടെ കഴുകൻ നിയർ 0 ചെറിയ അപ്പുള്ള ഭയങ്കര സ്ട്രോങ് ആണ്. ബോട്ടുലീനം പോലെയുള്ള ജീവികൾ, ബാക്ടീരിയ പോലും കഴുകൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ദഹിച്ചു പോകുന്നതാണ് പറയണേ. കാരണം എന്താ? ചത്ത് ചീഞ്ഞ സാധനം തിന്നണേ. പക്ഷെ ഇത് മിശ്ര ബുക്കാണ്. പന്നി മിശ്ര ബുക്കാണ്. അപ്പം അതിന് ധാന്യങ്ങൾ കൊടുത്താലും ഇത് കൊടുത്താലും എന്ത് കൊടുത്താലും ദഹിക്കും. ദഹിക്കാത്തത്, എല്ലാം ദഹിക്കണം നിർബന്ധമൊന്നുമില്ല, ദഹിക്കാത്തത് പുറത്തേക്ക് പോയിക്കോളൂ.
അപ്പോൾ അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അഡാപ്റ്റേഷൻ നോക്കി നോക്കിയേ, രണ്ടും രണ്ട് സാധനമാണ്. കുക്ക് ചെയ്ത് ജനിച്ച് വളർന്ന ജീവിയാണ്, അല്ലെങ്കിൽ ജീവിച്ചു വന്ന ജീവിയാണ് മനുഷ്യൻ. പന്നി കുക്ക് ചെയ്യാതെ വന്നതാണ്. എത്ര കാലമായി പന്നി വന്നിട്ടെന്നറിയോ? 25 മില്യൺ വർഷത്തിന് മേലെയായി. മനുഷ്യൻ്റെയൊക്കെ തലതൊട്ടപ്പൻ എടുത്ത് നോക്കി 7 മില്യൺ വരെ പോവുള്ളൂ. നമ്മളെക്കാളും കൂടുതൽ പച്ച സാധനം തിന്ന് ജീവിച്ച് വന്ന പന്നി എല്ലാ സാധനവും തിന്നും. പന്നിയുടെ നിങ്ങൾ ഡയറ്റ് എടുത്ത് നോക്കി നോക്കുക. പന്നിക്ക് ഇന്ന സ്ഥലമൊന്നുമില്ല. പന്നി ഇങ്ങനെ പോവണം. അവിടെ കണ്ട കിഴങ്ങ് തിന്നു, അവിടെ കണ്ട ഈ സാധനം തിന്നു, ആ സാധനം തിന്നു. എന്ത് സാധനവും തിന്നാൽ പന്നിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതാണ് പന്നിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതാണ് ലോകത്തിൽ മുഴുവൻ പന്നി ഇറക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോകത്തിലെ ആളുകൾ കഴിക്കുന്നത് പന്നിയിറച്ചിയാണ്. എന്താ കാരണം? ഇവനെ എന്ത് കച്ചട കൊടുത്താലും തിരിച്ച് പ്രോട്ടീൻ കിട്ടുന്ന, ബെസ്റ്റ് പ്രോട്ടീൻ കിട്ടുന്ന ഒരു ജീവിയാണ് പന്നി. പന്നിനി റൂമിനൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. മനുഷ്യൻ ഒന്നാമത്തെ കാര്യം 2 ടൈപ്പ് ഓഫ് ജീവികൾ തന്നെയാണ് മനുഷ്യൻ തിന്നുന്നത്. എന്തിനാണ്? ഒന്ന് വെജിറ്റേറിയൻസ്, പച്ചക്കറി തിന്നുന്ന ജീവികൾ, ഹെർബിവോറസ്. അതല്ലെങ്കിൽ മിശ്രബുക്ക്, മാംസബുക്കിന് അധികം മനുഷ്യൻ കഴിക്കില്ല, വലിയ പാടാ. ടഫ് മീറ്റ്, സ്മെല്ല്, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാലകാലങ്ങളായിട്ട് നമ്മൾ ഗേറ്റ് 5 മുട്ടിയാലേ മാംസബുക്കിൻ്റെ അടുത്തേക്ക് പോവുള്ളൂ. പിന്നെ മീനാണ് കഴിക്കുന്നത്. നമ്മൾ പന്നി മാത്രമാണ് മിശ്രബുക്ക് കഴിക്കുന്നത്? അല്ല, നമ്മൾ കോഴീനെ കഴിക്കുന്നില്ലേ? എന്താ അപ്പോൾ കോഴിയുടെ പേര് പറയാത്തത്? അപ്പോൾ കോഴീനെ നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കല്ലേ? കോഴി മിശ്രബുക്കല്ലേ? കോഴിക്ക് റൂമിനൻ്റ് ഇല്ലല്ലോ, റൂമൻ ഇല്ലല്ലോ. അല്ല ചിങ്ങില് കോഴിയുടെ ഭയങ്കര രസമുള്ളൊരു സിസ്റ്റമാണ് ഏവിയൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളതാണ് കോഴിയുടെ അല്ലെങ്കിൽ കിളികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്താണ്? കിളി ഒന്ന് ആലോചിക്കുക, അതിൻ്റെ അഡാപ്റ്റേഷൻ. ഡൈനോസറിൽ നിന്ന് വന്നിട്ടുള്ള സാധനമാണ് ഈ കിളി. കിളി വന്നിട്ട് എന്തുണ്ടായി? കിളിക്ക് പെട്ടെന്ന് പറക്കണം, ലൈറ്റായിട്ടുള്ള ഇരിക്കാൻ പറ്റില്ല, ഒരുപാട് വലുപ്പമൊന്നും പറ്റാൻ പറ്റില്ല, പല്ലുണ്ടാവാൻ പാടില്ല, ഒരുപാട് സമയം നിലത്തിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ കൊത്തി തിന്ന് ടി വി കണ്ടിട്ട് നമ്മുടെ പോലെ ഇരിക്കാൻ സമയമില്ല. പെട്ടെന്ന് കൊത്തി തിന്നെ ആരെങ്കിലും വേറിൻ്റെ നോക്കി വന്നു അപ്പം പറക്കണം. അതുകൊണ്ട് നിങ്ങൾ കോഴീനെ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ കിളിയോടെ ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ ഒരു പൊതി ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല രസം. അങ്ങനെ മറ്റേ ടെൻഷൻ വരുമ്പോൾ ഞെക്കണ ഒരു ബോൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ അതുപോലെ ഇരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് അരി, ഗോതമ്പ്, കിട്ടിയ സാധനങ്ങളൊക്കെ കോഴിയുടെ ഈ പൊതിരകത്ത് ഇരിപ്പുണ്ടാവും. ഇതിനെന്താ പറയുക? ക്രോപ്പ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇതിൻ്റെ അകത്ത് മണ്ണുണ്ടാവും, കല്ലുണ്ടാവും. നമ്മൾ വിചാരിക്കും ഇത് കൊത്തനാൻ്റെ ഇടയിൽ വരണതാണ്. അത് ശരിയാ. പക്ഷേ ഇല്ല വെച്ച് കഴിഞ്ഞാൽ കോഴിയും കിളി ഇത് മനഃപൂർവ്വം കൊത്തും. എന്താ കാരണം? ഈ ക്രോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗിസാഡിൻ്റെയും ക്രോപ്പിൻ്റെ ഇടയിൽ ഒരു മുഴയുള്ളൊരു ഭാഗമുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ദഹനരസങ്ങളൊക്കെ വരുന്നത്. ഈ ഭാഗം കടക്കാർ ചിലപ്പോൾ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. ഞാൻ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ചേട്ടൻ എടുത്ത് കഴിക്കുന്നത്, ചേട്ടൻ കൊണ്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കും, നല്ല ടേസ്റ്റായി കഴിക്കാം, നമ്മുടെ ബോട്ടിയൊക്കെ പോലെ. അത് കഴിഞ്ഞാൽ പറഞ്ഞ ഭാഗം കക്കാൻ വരണ്ടെന്ന് പറയും നമ്മുടെ തൃശ്ശൂർക്കാർ. ഗിസാഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മയിൽപ്പീലിയുടെ നിറമൊക്കെയുള്ള നല്ല ഹാർട്ടിൻ്റെ മസിൽ പോലെ നല്ല പവർഫുൾ ആയിട്ടുള്ള സാധനം. ഇത് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നടു ഇങ്ങനെ മുറിച്ചിട്ട് ഇവർ ഒരു പ്ലാസ്റ്റിക് പോലെ സാധനവും കുറേ മണ്ണും കല്ലും ഫുഡൊക്കെ അതിനോട് കളയണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താ കാരണം? കോഴിക്ക് പല്ലില്ല, അല്ലെങ്കിൽ കിളികൾക്ക് പല്ലില്ല. പെട്ടെന്ന് കൊത്തിയിട്ട് പറക്കണ്ടേ? ഇല്ലെങ്കിൽ വേറെ ആൾക്കാർ പിടിക്കില്ലേ? അപ്പം എന്താ ചെയ്യുക? കിട്ടിയത് കൊത്തി തിന്നിട്ട് എവിടെയെങ്കിലും പോയിരിക്കുന്ന സമയത്ത് ഈ സാധനം പണിയാ. ഇങ്ങനെ അതിൻ്റെ മസിലാണ് ഈ അതിൻ്റെ ടെൻഡൻസൊക്കെ നോക്കി കാണാം. നല്ല വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ചവയ്ക്കലാണ് ഇവിടെ നടക്കുന്നത്. കല്ല് അരച്ച് നോക്കി നോക്കുക, അതിൻ്റെ അഡാപ്റ്റേഷൻ നോക്കി നോക്കുക. കല്ലെടുക്കണമെന്ന് ആ ജീവി മനസ്സിലാക്കാണ്. അല്ലാണ്ട് നമ്മുടെ മുകളിലിരിക്കണ കുഞ്ഞപ്പനല്ല. പുള്ളിയാണെച്ചെങ്കിൽ എല്ലാത്തിനും ഒരേ സാധനം വെച്ച് തിരുമ്പേനെ ഇല്ല. പക്ഷികളിൽ തന്നെ പലത് വരെയാണ്. മറ്റേ പുള്ളി ഉണ്ടാക്കി വെച്ചിങ്ങനത്തെ വരില്ല. ഇവല്യൂഷൻ നോക്കുക, എന്ത് ഭംഗിയായിട്ടാണ് ഓരോ ജീവി അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇല്ല ജീവൻ ചത്തുവും, അവസാനം ചെയ്തിട്ടില്ല, ചത്ത് പോയിട്ടുള്ളവരുണ്ടായിരിക്കും ഒരുപാട്. അപ്പോൾ ഇവിടെ ഗിസാഡാണ് പ്രവർത്തിക്കുന്നത്. എന്ത്? ഡൈജഷനിൽ ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൾപ്പായിട്ട് വന്നിട്ടുള്ള സാധനം വീണ്ടും ചെറുകുടൽ ദഹിക്കപ്പെടുന്നു. ഏവിയൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ടോട്ടലി ഡിഫറെൻറ്റ്. അങ്ങനെയാണെങ്കിൽ കോഴിക്ക് ദഹനക്കേട് വരണ്ടേ? കോഴി എന്താ തിന്നണ്? ഈ കോടും ഗോതമ്പൊക്കെ അല്ലേ? ഈ റൂമിൻ്റെ സിസ്റ്റം ഇല്ലോ. ആ ശരി, കോഴി നമുക്ക് തിന്നേണ്ടതാണ്. അത് ഞാൻ കോഴിനെ ഞാൻ കുറ്റം പറയില്ല. അതെന്ത് പരിപാടിയത്? കുറ്റം പറയുമ്പോൾ നിങ്ങൾ എല്ലാത്തിനെയും കുറ്റം പറ, പന്നീനെ മാത്രം കുറ്റം പറയരുത്. കുറച്ച് പ്രശ്നമുണ്ട്, അതിന് PCOD വരും, ചെറിയതായിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ചിലർ ബീഫിന് ഇങ്ങനെ കുറ്റം പറയും. അത് കേട്ടാൽ മതി ആൾക്കാർക്ക് പേടിക്കാൻ. 5 പാക്കറ്റ് ബിസ്ക്കറ്റ് ഇരുന്ന് തിന്നുന്നത് കണ്ട ഒരാൾക്കും പേടിയില്ല. ഒരു കുട്ടി ചായയിൽ ഇങ്ങനെ 5 പാക്കറ്റ് ബിസ്ക്കറ്റും ഐസ്ക്രീമും തിന്നുമ്പോൾ ഒരു കുഴപ്പമില്ല നമുക്ക്. ഒരു കഷ്ണം ഇറച്ചിയോ പന്നിയോ ബീഫോ തൊട്ടാൽ അപ്പം എല്ലാവരുടെ കണ്ണിങ്ങനെയാണ്. അങ്ങനെ ഇറച്ചി തിന്നുന്നത് കണ്ട അപ്പം പേടിക്കുക എല്ലാവരും. എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. ഡോക്ടർമാർ മുഴുവൻ പത്യം പറയുന്നത് ഇറച്ചി തുടരുന്ന. ഇറച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഉള്ളത്. യു ഷുഡ് ഈറ്റ് മീറ്റ് എവറി ഡേ പ്ലീസ്. ഇറ്റ്സ് എ ബെസ്റ്റ് തിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇനി റൂമിനൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പശുവും കുശുവും ഒക്കെ ഇതിൻ്റെ മുകളിലില്ലേ? ഇനി വേറൊരു സാധനം പറയട്ടെ. പശുവിൻ്റെ അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനം കുതിര. റൂമിനൻ്റ് ആണോ? അല്ല. കുതിരയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്ത് നോക്കിയൊക്കെ. ഹൈൻഡ് ഗട്ട്, പിന്നാമ്പുറത്ത് വയറുള്ളവൻ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം നിൽക്കണേ. പുല്ലിനില്ല, അത് തിന്നണ്, അതും പുല്ല തിന്നണ്.
അപ്പോൾ അതിൻ്റെ സിസ്റ്റം എന്താ അങ്ങനെയായി പോയത്? റൂമിനൊന്നും ഇല്ല, അതിന് അയവർക്കണ പരിപാടിയൊന്നുമില്ല. ഇവിടുന്ന് നേരെ ചെല്ലണു, ഇതേപോലെ തന്നെ കുറച്ചുകൂടി വലിയ ഒരു റൂമിൻ്റെ ഒക്കെ പോലെ ഇരിക്കുന്ന വലിയ അറ തന്നെയാണ്. അവിടെ നിന്ന് നേരെ ചെന്ന് ചെറുകുടലിൽ ദഹിക്കാത്ത പുല്ല്, ഈ പറഞ്ഞ സീക്കം, മനുഷ്യനുണ്ട് സീക്കം. അതായത് നമ്മുടെ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെ ഇടയിൽ മനുഷ്യന് വലിയ ഉപയോഗമില്ലാത്ത കാരണം അതിന് വലിപ്പില്ല. എന്നാൽ കുതിരയ്ക്ക് വലിയ സീക്കാണ്. ഈ സീക്കത്തിനകത്ത് ദഹിക്കാത്ത സെല്ലുലോസും തേങ്ങയും മാങ്ങിയെല്ലാം കിടന്ന് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ നടക്കുകയും കുതിരയ്ക്ക് വേണ്ട എനർജി അവിടെ നിന്ന് കിട്ടുകയാണ് ചെയ്യണത്. ബാക്കി വന്ന കുറച്ച് എനർജി, എല്ലാ എനർജിയും അല്ല, കുറേ ചെറുകുടലിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. എവിടെയാണ് അവൻ്റെ സാധനം നടക്കുന്നത്? ബാക്കിൽ. അതുകൊണ്ട് ഹൈൻഡ് ഗട്ടാണ് ഫെർമെൻറ്റേഷൻ. ഇനി ഇതേപോലെ ഹൈൻഡ് ഗട്ട് ഫെർമെൻറ്റേഷൻ ഉള്ള വേറൊരു ജീവിയുണ്ട്, മൊയല്. സെയിം സാധനമാണ്, സീക്കോണ്, അവനും വലുത്. പക്ഷെ ഈ മൊയലിൻ്റെ അഡാപ്റ്റേഷൻ നോക്കിയാൽ ഭയങ്കര രസം. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, മൊയലിൻ്റെ തീട്ടം തിന്നും, സ്വന്തം തീട്ടം തിന്നുന്ന ജീവിയാണ് മൊയൽ. ഒരു അവസ്ഥ നോക്കണേ, അണ്ണന് പണി അറിയില്ല എന്ന് മനസ്സിലായില്ല. ഇപ്പോൾ തീട്ടം തിന്നേണ്ട ഗതികളൊക്കെ ആരെങ്കിലും ഒരു ക്രിയേറ്റർ ജീവാ ഒന്ന് ആലോചിച്ച് നോക്കി വെക്കുക. എന്നാൽ പിന്നെ കുതിരയുടെ പോലെ കൊടുത്താൽ പോരെ. കാരണം എന്താ, ഇവനെ ഉണ്ടാക്കിയത് നമ്മളാണേ. അപ്പോൾ നമുക്കിത് അറിയില്ലായിരുന്നു, നമുക്കിത് എങ്ങനെയുണ്ടായെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇവനെ ഉണ്ടാക്കിയപ്പോൾ എല്ലാം ഇവനെ ഉണ്ടാക്കി എന്നുള്ള കണക്കല്ല അങ്ങോട്ട് പറയുക. അഡാപ്റ്റേഷൻ നോക്ക്, ദ സെയിം കൈൻഡ് ഓഫ് ഹൈൻഡ് ഗട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം. മൊയലിന് എന്തുണ്ടാവണ, ഈ സീക്കത്തിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് എനർജി, പ്രോട്ടീൻ, ഇതെല്ലാം ഒരു ഏലക്കായയുടെ കുരു, ഇങ്ങനെ കറുത്ത കുരുല്ലേ, ആ കുരുവിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കണ ഒരവസ്ഥയിലാക്കിയിട്ട് ഈ മൊയൽ 2 ടൈപ്പ് അപ്പിയിടും. ഒരെണ്ണത്തിൻ്റെ പേരാണ് സീക്കോട്രോപ്സ്, മറ്റേൻ്റെ പേര് സാധാ പെല്ലറ്റ് പൂ. സീക്കോട്രോപ്സ് എന്ത് ചെയ്യുന്നറിയോ? ഇത് മൊയിൽ എടുത്തു വയ്ക്കും. മൊയിലിന് ഭയങ്കര നാണാത്രേ. മൊയിൽ രാത്രിയിൽ എന്ത് ചോദിച്ചാൽ ഈ എല്ലാവരൊക്കെ ഉറങ്ങി ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ഈ സീക്കോട്രോപ്പ് അപ്പിയിടും. അതിലുള്ള ന്യൂട്രിയൻസ് കിട്ടാനായിട്ട് മൊയിൽ എന്ത് ചെയ്യും? ഈ സാധനം രാത്രി ഇരുന്ന് തിന്നും. ഇത് കൃത്യമായി കിട്ടാത്ത മൊയിൽ ശരിക്കും മാൽന്യൂട്രീഷൻ വന്നിട്ട് അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാണ്ട് ചത്തുപോകാനും സാധ്യതയുണ്ട്. ദെയർ ആർ സം സ്റ്റഡീസ്. പച്ചക്കറി കഴിക്കുന്ന ഒരു ജീവിയാണ്. ഇനി പച്ചക്കറി കഴിക്കുന്നതിൽ തന്നെ സ്യൂഡോ റൂമിനൻസ് ഉണ്ട്. എല്ലാത്തിനുള്ള ജീവി തന്നെയാ. എന്നിട്ടൊക്കെയാ ഒട്ടകം, ഹിപ്പോപ്പൊട്ടാമസ്, മറ്റേ അൽപ്പാച്ച ഇല്ലേ, മറ്റേ ഓസ്ട്രേലിയയിൽ, നമ്മുടെ ഇന്ത്യനിൽ ഇങ്ങനെ ടെലഫോൺ മണ്ണിപ്പോണുള്ള ജീവനെ കാണിക്കുന്നത് കങ്കാരുവിൻ്റെ ഒപ്പം. ഇവിടെ നിറച്ചുണ്ട് ന്യൂസിലാൻഡിൽ ഈ സാധനം. ഈ ലാമ എന്നൊക്കെ, ഈ ലാമല്ല കേട്ടാ, ലാമ എന്ന് പറഞ്ഞ ജീവിയൊക്കെ സ്യൂഡോ റൂമിനൻസ് ആണ്. ദേ ഓൾ അഡാപ്റ്റഡ് ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഇതിനെല്ലാത്തിനും ഒരു പേജിലേക്ക് കൊണ്ടു കെട്ടരുത്. പന്നീനെ പറയുമ്പോൾ പന്നീൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അല്ലാതെ പന്നി ഈ സാധനം കഴിച്ചത് കൊണ്ട് പശുവിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ല പന്നിക്കുള്ളത്, അതുകൊണ്ട് പന്നിക്ക് ഇൻഫ്ലമേഷൻ വരുന്നു, അതുകൊണ്ട് PCOD ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയരുത്. ഇൻഫ്ലമേഷൻ വരാൻ പന്നിക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. ഇന്ന കാരണങ്ങളാലാണ്. ഇപ്പോൾ പന്നിക്ക് ടേപ്പ് വേം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ പന്നി കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. ഇതങ്ങനെയല്ല. നല്ല ബാക്ടീരിയകൾ മാത്രമല്ല, അത് ഫിൽറ്റർ ചെയ്ത് നല്ല ഗുണമുള്ളത് മാത്രമാണ് പശുവിനോ അല്ലെങ്കിൽ ആടിനോ ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ ബാക്ടീരിയ എങ്ങനെയാണ് ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇവിടെ പുള്ളി പറയുന്നത് ബാക്ടീരിയ ഫിൽട്ടർ ചെയ്യാന്നാണ്. ബാക്ടീരിയ ഒരിക്കലും ഫിൽട്ടർ ചെയ്യല്ല ചെയ്യുന്നത്. അതായത് ഇന്ന സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ഫിൽട്ടർ ചെയ്യല്ല. ബാക്ടീരിയ ആക്ച്വലി ബാക്ടീരിയനെ ജീവിക്കാൻ നോക്കുകയാണ്. ബാക്ടീരിയക്ക് ജീവിക്കണം. ഇറ്റ്സ് ഫോർ പുള്ളിക്കുള്ളതാണ് ചെയ്യണത്. ദാറ്റ് ഈസ് നോട്ട് എ ഫിൽട്രേഷൻ. ഒരിക്കലും ഡൈജഷനിൽ നിങ്ങൾ അല്ലെച്ചെങ്കിൽ അബ്സോർപ്ഷനിൽ ഫിൽട്രേഷൻ ഒന്നും ഒരു സയൻസ് പഠിച്ച ആൾ പറയാമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പോയിന്റാണ്. ആൻഡ് ദ ലാസ്റ്റ്, നീർക്കെട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഇറച്ചിയിലും കുറവാണ്. അതുകൊണ്ട് നീർക്കെട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഇറച്ചിയിലും കുറവാണ്. ഏതിൽ? പശുവിൽ. നമ്മോ ഭാഗം പരിപാടി കേൾക്കണമെന്നാകെ എന്താ വിചാരിച്ചിട്ടുള്ള രണ്ട് കാര്യമുള്ളൂ. പോർക്ക പന്നി തൊടണ്ട. ഓക്കെ, ഞാനത് പറയുന്നതിനെ കൂടുതൽ ഒരു കാരണം പറയാം. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ്. ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഗ്രാസ് ഫെഡ്, അതുപോലെ തന്നെ ഗ്രെയിൻ ഫെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാം അല്ലേ. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മുതലേ പശു പുല്ല് എന്ന് വളർന്ന ജീവികളാണ്. അല്ല വെച്ചെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇവരുടെ ഹാബിറ്റേറ്റിൽ ജീവിച്ചതാണ്. ഇന്ന് നമ്മൾ അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനെ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ നമ്മുടെ ആവശ്യത്തിനുള്ള അനിമൽസിനെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. പണ്ട് കാട്ടിൽ കണ്ടിരുന്ന ആ കാടൻ അനിമൽ അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി മറിച്ച് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ള പശുവും ആടും പന്നിയാണ് ഇപ്പോൾ ഉള്ളത്. ഇല്ലെങ്കിൽ യോർഷ എന്തെങ്കിലും ആവട്ടെ, ഈ പന്നീനെ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ പന്നികൾക്ക് നമ്മൾ അല്ല വെച്ചെങ്കിൽ ആ പശുവിന് അല്ലെങ്കിൽ ആ കോഴിക്ക് നമ്മൾ
ശരിക്കും കൊടുക്കേണ്ട ഭക്ഷണത്തിന് പകരം ഈ പെല്ലറ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ എന്താ കറക്റ്റായിട്ട് പ്രോട്ടീനും ഷുഗറും ഒക്കെ കയറ്റി. അപ്പോൾ ഈ പണ്ടത്തെ പോലെ അല്ലാച്ചെങ്കിൽ പശുവിന് ഇത്ര പാടൊന്നും പെടണ്ട, പെട്ടെന്ന് ഇവരുടെ ഡൈജഷനും അബ്സോർഷനൊക്കെ നടക്കും. അതുകൊണ്ട് തന്നെ നല്ല ഫാറ്റ് ഉണ്ടാവും, പെട്ടെന്ന് എക്കണോമിക്കലി ഭയങ്കര ഈസിയാണ് ഇതിനെ എന്താ പറയുക ഈൽഡ് എടുക്കാനായിട്ട്, കൃഷി ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. മറ്റേത് ഒരുപാട് സ്ഥലം വേണം, രണ്ടിനും അതിൻ്റെതായ പ്രോസും ഉണ്ട് ക്രോസും, എന്താ കൊണ്ട് ഇങ്ങനെ വരുന്നേ, ക്രോസും ഉണ്ട് പ്രോസും ഉണ്ട്. അവിടെ എന്താണ് പറഞ്ഞത് വെച്ചെങ്കിൽ ഇത്തരത്തിലുള്ള പശുവിന് അല്ലെങ്കിൽ പന്നിക്ക് നമ്മൾ പെല്ലറ്റോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളോ കൊടുക്കുന്ന സമയത്ത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഇവരുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇൻഫ്ലമേഷനുള്ള ജീവികൾ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് സയൻസ് റിസർച്ച് ചെയ്യട്ടെ, ആ റിസർച്ച് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് വരട്ടെ, ആൻഡ് അവർ സ്പഷ്ടമായിട്ട് പറയട്ടെ ഇങ്ങനെ ഗ്രാസ് ഫെഡിന് പകരം ഗ്രെയിൻ ഫെഡ് ചെയ്തിട്ടുള്ള പന്നിക്കും പശുവിനും കോഴിക്കും ഇന്ന പ്രശ്നമുള്ളത് കൊണ്ട് നിങ്ങളിത് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അത് കൃത്യമായിട്ട് പറയേണ്ട കാര്യമാണ്. അത് പന്നിക്ക് മാത്രമാണോ പ്രശ്നങ്ങൾ? അല്ല, പശു പുല്ല് തിന്നിരുന്ന ജീവിയല്ലേ. ആ പശുവിന് നിങ്ങൾ പെല്ലറ്റല്ലേ കൊടുക്കുന്നത്? ആടിനും അതല്ലേ ചെയ്യണ്? പശു കാട്ടിൽ മറ്റേ കാടിവെള്ളം കുടിച്ചിട്ടാണ് ജീവിച്ചായിരുന്നു? അല്ല, പായസം വരെ തിന്നണ പശു. ഇപ്പോൾ ആ പശുവിന് അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ ഇല്ലേ? ഉണ്ട്. ആടിനില്ലേ ഇൻഫ്ലമേഷൻ? ഉണ്ട്. പന്നിക്കില്ലേ? ഉണ്ട്. കോഴിക്കില്ലേ? ഉണ്ട്. കോഴിനി പശുവിനി ആടിനി അവിടെ വെച്ചിട്ട് പന്നീനെ മാത്രം അതൊന്നും സെഗ്രിഗേറ്റ് ചെയ്യരുത്, അത് ചെയ്യരുത്. അപ്പോൾ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോർക്കിനെ മാറ്റി നിർത്തിയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ള ഒരു സ്റ്റഡി ഇല്ല. Pork is one of the best meats and best micronutrients. If you eat 200 to 300 grams of pork a day, beautiful, lovely. Okay? And if you want to eat, you eat. If you don't want to eat, don't eat. നിങ്ങൾ തിന്നണ്ട. ആരാ നിർബന്ധിക്കുന്നത്? ഈ കിന്ന സാധനം തിന്നണ്ട. പക്ഷെ തിന്നാത്തതിനെ തൊടുന്യായങ്ങളും അല്ലെങ്കിൽ മാനിപ്പുലേഷൻസും കൊണ്ടുവന്നിട്ട് അതിനെങ്ങനെ എന്താ പറയുക, ഈ ആവണക്കണ്ണുകൊണ്ട് അല്ലേ കുണ്ടി കഴിക്കുക പോലത്തെ ഒരു പരിപാടി എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്തിട്ട് അതിനെ എടുത്ത് ചൊട്ടിക്കരുത്. കാരണം അത് ഒരുപാട് ആൾക്കാർ കഴിക്കണതാണ്. ചിക്കൻ കഴിക്കണ അല്ലെങ്കിൽ മീൻ കഴിക്കണ ആൾക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ മീൻ കഴിക്കരുത് എന്ന് പറയുമ്പോൾ അവരെ അല്ലെങ്കിൽ അതിനുള്ള സ്റ്റഡി അവിടെ കൊണ്ടുപോയിക്കണം. ഓക്കെ, വി ഓൾ ഈറ്റ് പോർക്ക്, വി ലവ് പോർക്ക്, സോ പോർക്ക് ഈസ് വെരി ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. അഗെയിൻ ഐ എം സെയിങ് ടോട്ടൽ വേൾഡ് പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് പോർക്കാണ്. ഈ നമ്മുടെ പോർക്ക് എന്തായെന്ന് നോക്കാം. ഏതാണ്ട് ഇവൻ 2-2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ദൈവം വന്നേക്കണു. ഓ ഇത് നിങ്ങൾ എൻ്റെ ഇതിന് മുന്നുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് പോർക്ക് ബെല്ലി, നോട്ട് ഇൻഫ്ലമേറ്ററി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പോർക്ക് ബെല്ലി. ഓക്കെ, നൈസ്. ജ്യൂസ് വരണൊക്കെയാ. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഇൻഫ്ലമേഷൻ. നീർക്കെട്ട്, ഇതിൻ്റെ മുകളിൽ നീര് കെട്ടിയിട്ട് ഇങ്ങനെ ഒലിക്കുക കണ്ട. ശരിക്കും പോർക്കിന് നീർക്കെട്ടുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. നോക്കിയോ, ദേ ഈ പോർക്കിൻ്റെ അകത്ത് കെട്ടി കിടക്കുന്ന നീരാണ് ഈ വരുന്നത്. ലവ്ലി ആസ് ലോ ടു മച്ച് നീർ കമ്മിങ് എവരിവെയർ. വെൻ ഐ കുക്ക് അഗെയിൻ ടു മച്ച് നീർക്കെട്ട് വരും. Now, the moment of truth. Cut it, Amare? Yes. Scrumptious. Now, ഇതൊക്കെ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതാണ് എനിക്കറിയാം. എന്നാലും every time when I cook the pork, it always comes like this. സ്ക്വീസ് ചെയ്തിട്ടില്ല, മൊത്തം വെള്ളം ഞാൻ കളയണില്ല ചേട്ടാ. ഇനി നമുക്ക് ഇതിന്നൊരു ബ്യൂട്ടിഫുൾ പീസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൻ്റെ ക്രിസ്പിനെസ് കാരണം. ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഉപ്പ് ആൻഡ് ഒരു ബിറ്റ് ഓഫ് സോയ് സോസ്. നല്ല സോയ സോസിൻ്റെ ഉപ്പിൻ്റെയും ടേസ്റ്റ് ഇട്ട് സ്കിന്നിന് സ്കിന്നില്ലേ ഇത്. ഓക്കെ, സ്കിൻ വരട്ടെ.
എന്താ നല്ല സൗണ്ട്. സൗണ്ട് ഇല്ലേ? ഓ സ്കിന്നിങ്ങനെ ഇരിച്ചു കഴിയുമ്പോ കഴിക്കും. പല്ലാണോ നിന്റെ പൊട്ടണേ? ബിസ്ക്കറ്റ് മാറിക്കും കണ്ടേ. ഓക്കെ, ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ ചെയ്ത് കിടപ്പുണ്ട്. ഓ തിന്നാനാളെത്തി ഇടയിൽ കൂടെ ഗോൾഡ പ്രിങ്ങ് പോടി വരും. പ്രിങ്ങിൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ പോർക്ക് നന്നായിട്ട് കഴിക്കുക. ഇറ്റ്സ് ഫാർ ബെറ്റർ ദാൻ കടല പയറൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നതിനേക്കാളും ന്യൂട്രീഷ്യസ്ലി ബയോ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് പോർക്ക്. സോ പോർക്ക് ഈസ് റിയലി ന്യൂട്രീഷ്യസ് റിച്ച് ഫുഡ്. ഓക്കെ, ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ.